നമ്മുടെ ആൾ ഒന്ന് കാണിച്ചേ. നമ്മുടെ ആൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളിതേ മൂടിയാണേ, നമ്മൾ ക്ലോസ് ചെയ്യാണ്. കണ്ടല്ല 360 ഡിഗ്രിയിൽ നമ്മൾ ഈ മോൾഡിനെ കറക്കുമ്പോഴാണ് യൂണിഫോം ആയിട്ട് മെറ്റീരിയൽ എല്ലാ ടാങ്കിന്റെ എല്ലാ ഏരിയയിലേക്കും നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഹീറ്റായിട്ട് പ്രോസസ്സായി വരുന്നത്. ലെയർ മെറ്റീരിയൽ കയറിയിട്ട് അത് ഓവൻ്റെ അകത്തോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വാട്ടർ ടാങ്കിന് യൂണിക് വാട്ടർ ടാങ്കിൻ്റെ കൊണ്ട് ഫുൾ ബോട്ടം സപ്പോർട്ടിന്റെ ബേസ് ടാങ്കിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരാൾ നിക്കോ പോലെ ഇത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ചാടി കാണിക്കാം. ഇതിനകത്ത് ഒന്ന് ചാടിയാലേ ഇഷ്ടം. ഇത് കണ്ട ഡബിൾ സ്ട്രോങ് ആണ്. അപ്പോൾ അതെ നമ്മൾ ഫാക്ടറിക്ക് അകത്തേക്ക് കയറിയാണ്. ഇവിടെയാണ് നമ്മുടെ ഇതേ കണ്ട ഓഷ്യൻ്റെ നമ്മുടെ വാട്ടർ ടാങ്ക് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജൻചേട്ടൻ. രാജേട്ടാ നമുക്കേ ഇതൊന്ന് ഫുള്ളൊന്ന് കാണണം. കാരണം നമ്മൾ തിരക്കുന്നത് 3 ലെയറാണ് അല്ലേ? 3 ലെയറിൽ ശ്വസിക്കുന്ന വാട്ടർ ടാങ്ക് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? വരും, നമുക്ക് കാണാം എങ്ങനെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. രാജേട്ടാ ഇതിൽ ഏതൊക്കെ നമ്മുടെ മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ ഈ വാട്ടർ ടാങ്കിന് 3 ലെയർ വാട്ടർ ടാങ്കാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. മെറ്റീരിയലാണിത്. നമ്മൾ ഇത് ഫസ്റ്റ് ലെയർ ആണ്. ഇത് LLDPയുടെ ഫുഡ് ഗ്രേഡ് വെർജിൻ മെറ്റീരിയലാണ് ഫസ്റ്റ് ലെയർ ഉപയോഗിക്കുന്നത്. ഫുഡ് ഗ്രേഡ് വെർജിൻ മെറ്റീരിയൽ. ഓക്കെ. ഇതിൽ നമ്മൾ UV സ്റ്റെബിലൈസർ ആഡ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. UV സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? UV സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത് നമ്മൾ വെളിയിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ നമ്മൾ സൂര്യരശ്മികളിലെ അൾട്രാവയലറ്റ് റേസിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത്. രാജേട്ടാ ഇപ്പൊ ഇതെന്താ സംഭവം? എന്താ ഇത്? നമ്മൾ വാട്ടർ ടാങ്കിന് യൂണിക് വാട്ടർ ടാങ്കിൻ്റെ കൊണ്ട് ഫുൾ ബോട്ടം സപ്പോർട്ടിൻ്റെ ബേസ് ടാങ്കിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ HDPയുടെ സ്പെഷ്യൽ ഹാർഡ് ഫോം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയുള്ളത്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത്. അതാണ് ഈ ബ്ലാക്ക് പൗഡർ നമ്മൾ ഇതിൽ ഫീഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് അടച്ചതിന് ശേഷമാണ് ഈ ഡൈ നമ്മൾ പിന്നെ ഓവൻ്റെ ഉള്ളിലേക്ക് അത് കയറുന്ന ഇതിൻ്റെ അകത്താണ് സാധനം ചെയ്യുന്നത്. അതെ. ഈ പ്രോസസ്സിംഗ് മെറ്റീരിയൽ ഈ ഡൈ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ. മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഇവിടെ വെച്ച് ഈ നട്ട് ആൻഡ് ബോൾട്ട് വഴി നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്തു. എന്നിട്ട് ഈ മോൾഡ് നമ്മൾ ഓവന്റെ ഉള്ളിലേക്ക് കയറും. ഓവന്റെ ഉള്ളിലേക്ക് കയറും. അതെ. അവിടെ പ്രോസസ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ താഴത്തുള്ള ഫുൾ ബോട്ടം സപ്പോർട്ട്. ഇത് എല്ലാ പ്രോസസ്സിംഗും നമ്മൾ ആക്ച്വലി ഈ ഓവന്റെ അകത്ത് കയറിയുള്ള പ്രോസസ്സിലാണ് ഇതെല്ലാം. ഇത് ടോട്ടൽ ഹീറ്റ് 230 ഡിഗ്രി ഹീറ്റിൽ നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഈ പ്ലാസ്റ്റിക് മോൾഡിംഗ് എല്ലാം ഹീറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. അതാണ്. എല്ലാ പ്രോസസ്സും കഴിഞ്ഞാൽ ടാങ്കിനെ നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നതാണ്. ഇതിപ്പം ഇത് വൈറ്റ് തന്നെ അല്ലേ? അതെ അതെ. ഇത് ഫസ്റ്റ് കട്ട് ചെയ്യുമല്ലേ? ഇതിന്റെ മൗത്ത് ഏരിയ ഇതാണ് നമ്മുടെ മൗത്ത് ഏരിയ. ഈ മെറ്റീരിയൽ ഫീഡ് ചെയ്ത ഏരിയ കട്ട് ചെയ്ത് നമ്മൾ വേസ്റ്റിലേക്ക് മാറ്റും. ഇനി ഇതിന്റെ ഒറിജിനൽ ടാങ്ക് നമ്മൾ വലിച്ച് വെളിയിലോട്ട് എടുക്കും അല്ലേ? അതെ. നമ്മൾ ഈ പറയുന്ന 3 ലെയർ ആണല്ലേ ഈ കാണുന്നത് അല്ലേ? അതെ. ഇതിന്റെ പ്രത്യേകം എന്താണ് ഈ സംഭവത്തിന്റെ? നമ്മളിപ്പോൾ 3 ലെയർ വാട്ടർ ടാങ്ക് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ കണ്ടു. ഓക്കെ. ഈ 3 ലെയർ ഈ രൂപത്തിലാണ് ഇതിൽ ഫോമായി വരുന്നത്. ഓക്കെ. വാട്ടറിന്റെ ഡയറക്റ്റ് സർഫസ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. ഇതിനാണ് ആന്റി മൈക്രോ ബാക്ടീരിയയിലൂടെ നമ്മുടെ മാസ്റ്റർ പാച്ച് ആഡ് ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ലെയർ. നമ്മൾ സാധാരണ വെള്ളം നമ്മളൊരു സ്ഥലത്ത് നമ്മൾ അക്കോമഡേറ്റ് ചെയ്താൽ ഇക്കോളി ബാക്ടീരിയ എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഈ വാട്ടർ ടാങ്കിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ഇക്കോളി ബാക്ടീരിയ ഒന്നും ഡെവലപ്പ് ആവാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയലാണ് ആന്റി മൈക്രോ ബാക്ടീരിയൽ മാസ്റ്റർ പാച്ച്. ഈക്വൽ ബാക്ടീരിയയെ ഇതിന്റെ അകത്ത് വളരാൻ അനുവദിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതയാണ്. അത് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞ പോലെ വാട്ടർ ടാങ്കിൽ എന്തെല്ലാം അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് വേണമോ അതെല്ലാം നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന്റെ പാറ്റന്റും ഞങ്ങൾ ഓഷ്യൻ പോളിമർ ടെക്നോളജി എടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ലെയറിന്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞത്. അതെ. സെക്കൻഡ് ലെയർ കറുപ്പ് ലെയർ ആണ് സെക്കൻഡ് പോയിരിക്കുന്നത്. കറുപ്പ് ലെയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് UV പ്രൊട്ടക്റ്റഡ് പ്ലസ് വെളിയിൽ നിന്നുള്ള ഹീറ്റിനെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ തടയുന്നതിന് വേണ്ടിയാണ് മിഡിൽ ലെയർ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ LLDPയുടെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമ്മൾ 100% വെർജിൻ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഞങ്ങൾ റിലയൻസ്, IOCL, BPCL എന്നുള്ള കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് MOU എടുത്താണ് ഞങ്ങൾ ഈ വാട്ടർ ടാങ്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഔട്ടർ ലെയറിൽ നമ്മൾ UV സ്റ്റെബിലൈസർ ആഡ് ചെയ്ത ഔട്ടർ ലെയർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ മൂന്നാമത്തെ കാണുന്നത് 3 ലെയർ UV സ്റ്റെബിലൈസർ എന്നുള്ള മാസ്റ്റർ പാച്ച് ആഡ് ചെയ്താണ് ഔട്ടർ ലെയർ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കറിയേണ്ടത് ഈ ടാങ്ക് മനുഷ്യ പോലെ ശ്വസിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ ശ്വസിക്കുന്നത്? അതിന്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഇത് എയർ ബ്രീത്തർ എന്നുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു ടാങ്കാണ്. എയർ ബ്രീത്തർ. ഓക്കെ.
ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ ഉള്ളിലുള്ള വായുവിനെ നമ്മൾ വെളിയിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എയർ ബ്രീത്തറിലുണ്ട്. നമുക്ക് ഇത് തുറന്നു നോക്കാം. ഓക്കെ. ഈ തുറന്നു നോക്കുമ്പോൾ ഇതിൽ നമ്മളൊരു ഫിൽട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽട്ടർ വഴി ഉള്ളിലുള്ള വായുവിനെ പുറത്തേക്ക് പോകാനും ഇനി ആ വായു സഞ്ചാരം നടക്കാൻ വളരെ ഈസി ആയതാണ് ഈ എയർ ബ്രീത്തർ. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഈ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ശ്വസിക്കാൻ പറ്റണമല്ലോ? അയാൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാം. നമുക്ക് ഒരാളെ കയറ്റിയാലോ? നോക്കാം. അങ്ങനെ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരാളെ കയറ്റി നമുക്ക് ഇത് ഫുൾ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇയാൾ എങ്ങനെ ഇരിക്കും നമുക്ക് അറിയാല്ല. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് അയാളുടെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. കാരണം ശ്വസിക്കുന്ന ടാങ്കിൻ്റെ അകത്ത് ശ്വസിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ആളെ ഇറക്കണം കേട്ടാ. ആളെ ഫുൾ ഇറങ്ങി, ഇത് ഫുൾ ആളകത്തായി. അപ്പോൾ നമ്മുടെ ആൾ ഒന്ന് കാണിച്ചേ. നമ്മുടെ ആൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മളിതേ മൂടിയാണേ, നമ്മൾ ക്ലോസ് ചെയ്യാണ്. കണ്ടല്ല, ക്ലോസ് ചെയ്ത് ആളകത്തുണ്ട്. ഇതാണ് പറഞ്ഞത്, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സാധാരണ ടാങ്കിൻ്റെ അകത്ത് വെറുതെ കയറി നിന്ന് കഴുകാൻ ശ്രമിക്കുമ്പോൾ പോലും നമുക്ക് ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയിലാണ്. നമ്മൾ ഫുൾ ക്ലോസ് ചെയ്ത് ആളകത്തിരുന്നാൽ പോലും അയാൾക്ക് സുഖമായിട്ട് ശ്വസിക്കാനുള്ള സാഹചര്യം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ആളകത്തിരിക്കുന്ന ആളെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? ഇപ്പം ഹലോ, ഒന്ന് മേലോട്ട് വാ. ശ്വാസം പ്രശ്നങ്ങളൊന്നും, ഓക്സിജൻ പ്രശ്നമൊന്നും ഇല്ല. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രോബ്ലം ഇല്ല. 100% ആയിട്ട് നമ്മൾ ഗ്യാരണ്ടി പറയുകയാണ്. ഇതിൻ്റെ അകത്ത് സുഖമായിട്ടിരിക്കുക. ഇതിൻ്റെ അകത്ത് ഓക്സിജന്റെ അളവ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ആരും അനുകരിക്കരുത്. അതായത് ഇത് 100% ഓട്ടോ ക്ലീനിങ് ആണ്. അപ്പോൾ ടാങ്കിന്റെ ഉള്ളിൽ ഒരാൾ ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. ടാങ്കുകൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ വാൾവ് തുറന്നു വിട്ടാൽ മതി. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ള് നമുക്ക് ഡ്രൈ ആയി കളയാം. ഫുൾ വെള്ളം പോയി തീരും. പക്ഷെ മറ്റു ടാങ്കുകൾക്ക് അങ്ങനെയല്ല. മറ്റേ ടാങ്കുകൾക്ക് നമ്മൾ ഔട്ട് ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഔട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ അടിയിൽ ഇത്രയും ഭാഗത്ത് ഡസ്റ്റും വേസ്റ്റ് പാർട്ടികളും അടിഞ്ഞുകൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ അകത്ത് അത് ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി ഇതിനകത്ത് നമുക്ക് അറിയാം. സെൽഫ് ക്ലീനിങ് ടാങ്ക് എന്ന് ഇതിന് പറയും. ഈ ഒരു വാട്ടർ ടാങ്ക് വെക്കണമെങ്കിൽ ഇത്രയും സംഭവമാണ് വേണ്ടത്. ഇത് എല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ഇൻബിൽറ്റ് ആണ്, ഫ്രീ ആണ്. ഈ പറയുന്ന വാട്ടർ ടാങ്കിന്റെ കോസ്റ്റ്ലി ഇതും കിട്ടുന്നുണ്ട്. ഒരു വലിയ വീഡിയോ ആയിരുന്നു. ആ വലിയ വീഡിയോ ആണ് ചെറിയ രീതിയിലേക്ക് അതിന്റെ മുഴുവൻ കാഴ്ചയും ആ കൗതുകവും ഒട്ടും ചോരാതെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ടിനും നിങ്ങളുടെ പർച്ചേസിങ്ങിന് ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നിങ്ങൾക്ക് മാറ്റാനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.